ഇല്ല, നമ്മൾ പിന്നോട്ടില്ല, ഓരോ വഴിയും മുന്നോട്ട്. പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുന്നതുവരെ മുന്നോട്ട്. അതാണ് നമ്മുടെ പ്രഖ്യാപനം. ചെയർമാൻ സൂചിപ്പിച്ചു, നമ്മളുടെ സമരം 5 വർഷം പിന്നിടുകയാണ്. മാർച്ച് 17 ഞങ്ങൾ കോട്ടയം ജില്ലയിലെ സമരപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കോട്ടയം ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനമെമ്പാടും കേരളത്തിനെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമായി. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടന്നു. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലായിരുന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ ജനകീയ പ്രതിരോധത്തിൻ്റെ 3ാം വാർഷികമായിരുന്നു ഈ മാർച്ച് 17, ഇന്നേക്ക് 3 ദിവസം മുമ്പ്. ആ മാർച്ച് 17 ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് തൊട്ടുവന്ന ഏപ്രിൽ 20 പദ്ധതി പിൻവലിച്ചുത്തരവിറക്കിയേ സമരം അവസാനിപ്പിക്കൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് 17 സ്വന്തം പുരയിടത്തിൽ നിന്ന് വലിച്ചിഴക്കപ്പെട്ട ജിജി ഫിലിപ്പ്, റോസ്ലിൻ ഫിലിപ്പ് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. റോസ്ലിൻ ഇരുന്ന അവരുടെ പറമ്പിൽ നമ്മൾ അന്ന് ഒരു അനിശ്ചിതകാല സമരം പന്തലായിരുന്നു. സ്റ്റേഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഞാനിപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 37 ദിവസമായി നീണ്ടു നിൽക്കുന്ന നടന്നു വരുന്ന ശക്തമായ ഒരു സമരവേദി, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്, കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ ഒരു ചൊല്ലുന്ന മഴയായിരുന്നു. ഇന്നലെ മാത്രമല്ല, ഈ കഴിഞ്ഞ 37 ദിവസത്തിനകം വേനൽ മഴ ഒരു 5-6 തവണ പെയ്തു. ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു. നിങ്ങൾ ടി വിയിലെല്ലാം കണ്ടു. 2 മണിക്കൂർ മഴ നിന്ന് പെയ്തു. തിരുവനന്തപുരം നഗരം ഒന്നാകെ മഴ മാത്രമായിരുന്നില്ല, കനത്ത ഇടിയും മിന്നലുമായിരുന്നു. സെക്രട്ടേറിയറ്റ് നടയിലൊരു തൽപ്പാളിന് പോലും വലിച്ചു കെട്ടാനായിട്ട് സർക്കാർ അനുവദിക്കുന്നില്ല. ആ മഴയത്തും അവരവിടെ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അവരുടെ കണ്ണീര് വരുന്നത് കണ്ണീരല്ല, ചോരയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ആ രംഗം കണ്ണു നനയാതെ കണ്ടു നിൽക്കാൻ പറ്റില്ല. കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ, ഇന്നലെ ആ സന്ദർഭത്തിൽ, ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ചാനലുകൾ അത് ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകള് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ആ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യങ്ങൾ നിരുപാധികം അംഗീകരിച്ച് ഉത്തരവിറക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളല്ല ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 232 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ അവരുടെ വേതന ഒന്ന് കൂട്ടിത്തരണമെന്നേ പറഞ്ഞുള്ളൂ. ഫെബ്രുവരി 10 അവർ സമരം ആരംഭിക്കുമ്പം പ്രിയമുള്ളവരെ, ഈ 7000 രൂപ ഓണറേറിയം, അത് 30 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 235. ആ 7000 രൂപ ഓണറേറിയം 3 മാസം കുടിശ്ശികയായി, ഇൻസെന്റീവ് 4 മാസം കുടിശ്ശികയായി. ആ കുടിശ്ശിക തരണം എന്നാവശ്യപ്പെടുന്നത് 1ാമത്തെ ഡിമാൻഡായിരുന്നു. ഇടത് ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രകടന പത്രികയിൽ പ്രതിദിന വേതനം 700 രൂപയാക്കാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇപ്പം വർഷം എത്ര കടന്നുപോയി, അതനുസരിച്ച് വേതനം വർദ്ധിപ്പിക്കണം. 62ാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുന്നവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണം. ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കണം, 5 ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കണം. അങ്ങനെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും ന്യായമെന്ന് നമുക്ക് ഏതൊരാൾക്കും പറയാവുന്ന ഡിമാൻഡുകൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങൾ സമരം ചെയ്യുന്നത്. പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവിടെ ഉപരോധമായിരുന്നു, റോഡ് ഉപരോധം. ഈ കടുത്ത വേനലിൽ നമ്മൾ തറയിൽ വിരിച്ച ടാർപ്പാളിന് അവിടെ ഉരുകി ആ റോഡിൽ വീഴുന്ന അത്ര ചൂടിലിരുന്ന് സമരം ചെയ്ത സ്ത്രീകൾ
അവർ കുഴഞ്ഞു വീണ് ആംബുലൻസുകൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വന്ന് അവർ കുഴഞ്ഞു വീണ് അവരെടുത്ത് ജില്ലാശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയും ഞാൻ നേരിട്ട് കണ്ടതാണ്. അല്പം പോലും മനസാക്ഷി പ്രവർത്തിക്കുന്നില്ല നമ്മളുടെ ഭരണാധികാരികൾ. പണമില്ല എന്നാണ് അവരോട് പറഞ്ഞത്, വിളിച്ചേർത്തവരോട് പണമില്ല എന്ന് പറഞ്ഞു. അവരുടെ ധൂർത്തിനും അധികാരത്തിലിരിക്കുന്നവരുടെ ധൂർത്തിന് പൈസയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല. പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് 4 മാസം കുടിശ്ശിക എന്ന് പറയുന്ന നമ്മളുടെ മന്ത്രിമാര് 1 മാസം പോലും എന്നാൽ ശമ്പളം വേണ്ടാന്ന് വെക്കുന്നില്ല. സർക്കാരിന്റെ ഖജനാവിൽ പണം ഇല്ലല്ലോ, എന്നാ പിന്നെ ഞാൻ എന്റെ ശമ്പളം വേണ്ടാന്ന് വെക്കുന്നില്ല. പണമില്ല എന്ന് പറയുന്ന ധനമന്ത്രി ബാലഗോപാൽ 2024 മെയ് മാസത്തിൽ ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പനിയായിട്ട് കിടന്നു. പ്രിയമുള്ളവരെ, സർക്കാർ ഖജനാവിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്തത് 1,91,000 രൂപയാണ്. PSC ചെയർമാൻമാരുടെയൊക്കെ കഥ നമ്മൾ കേട്ടു. ഞാൻ അതിലേക്കൊന്നും അല്ല കടക്കുന്നത്. നമ്മളത് ജനങ്ങളുടെ ആവശ്യങ്ങളോടുള്ള ഒരു സർക്കാരിന്റെ സമീപനം വെളിവാകുന്ന നമ്മുടെ മുമ്പെയുള്ള ഒരു ഉദാഹരണം എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി തീർച്ചയായിട്ടും ആ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ കൊടുത്തിരുന്നു. നമ്മൾ പലതവണ അവിടെ പിന്തുണയുമായിട്ട് പോയിരുന്നു. നമ്മുടെ സംസ്ഥാന രക്ഷാധികാരിയും തിരുവനന്തപുരം ജില്ലാ ചെയർമാനുമായിട്ടുള്ള ശൈവപ്രസാദ് സാറ് ഉടനീളം അവരുടെ ഒരു രക്ഷാകർത്താവെന്നുള്ള നിലയിൽ അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു സന്ദർഭമാണ്. 5 വർഷമായി നമ്മൾ സമരം ചെയ്യുമ്പം നമ്മൾ ആ സമരം ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി എടുത്ത് ഒരു ഉത്തരവിറക്കി പദ്ധതി പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞങ്ങളുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 തവണ വെച്ച് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ എല്ലാ കോടതിയും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 17 നടന്ന സംഭവം, അതിനു മുമ്പ് നടന്ന സകല സ്ഥലത്തെയും കല്ലുപറിക്കൽ വിഷയം, മാർച്ച് 17 വേറെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ വിഷയം. അങ്ങനെയുള്ള കേസുകളുടെ പുറത്ത് നമ്മൾ 10-40 പേര് പണിയും വേലയും മുടക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ. അപ്പം അതിൻ്റെ മറുവശം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഡിമാൻഡും വളരെ പ്രധാനമാണ്. പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കിയാൽ അല്ലാതെ നമ്മൾ തെരുവിൽ നിന്ന് കയറില്ല, നമ്മൾ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുപോലെ ഏറ്റവും ന്യായമായി നമ്മൾ ആരും അങ്ങോട്ട് കയറി ഒരു ആക്രമണത്തിനും പോയതല്ല. നമ്മളുടെ വീട്ടിൽ പുരയിടത്തിൽ ഇരുന്നാണ് നമ്മൾ സമരം ചെയ്തത്. ആ നമുക്ക് നേരെ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണം. ഈ 2 ഡിമാൻഡുകൾ ഉയർത്താൻ നമുക്കറിയാമെങ്കിൽ ആ ഡിമാൻഡ് നേടിക്കൊണ്ടേ നമ്മൾ പിൻവാങ്ങുകയുള്ളൂ. കേരളം മുഴുവൻ ഇന്ന് നമ്മൾ 5 വർഷം മുമ്പ് സമരം തുടങ്ങുമ്പം എന്തായിരുന്നോ ജനങ്ങളുടെ വീറും വാശിയും, ഓരോ ദിവസം ചെല്ലുന്തോറും സർക്കാരിന്റെ കള്ളക്കളികൾ വെളിച്ചത്താകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീറും വാശിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നിയമസഭയിൽ നമ്മൾ കുറച്ച് വിവരാവകാശ നിയമപ്രകാരം കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പദ്ധതിയുടെ കള്ളക്കളികൾ തന്നെ നമുക്ക് വെളിവായത് സർക്കാരിന്റെ DPR നമ്മൾ വായിച്ചിട്ടല്ല, ആണല്ലോ. സർക്കാരിന്റെ DPR വായിച്ചിട്ടില്ല, പദ്ധതിയുടെ DPR. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സമരം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഉയർത്തിയ ആവശ്യം DPR പുറത്തുവിടണം എന്നുള്ളതായിരുന്നു. DPR എവിടെയെന്നാണ് നമ്മൾ ചോദിച്ചത്. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു കല്ലിന്റെ പണിയണമെങ്കിൽ DPR വേണ്ടേ? ചെറിയ ഒരു പ്രോജക്റ്റ് അത് വേണമെങ്കിൽ അതിന് DPR വേണ്ടേ? അതിന് അപ്രൂവൽ വേണ്ടേ? കേരളത്തിലെ 11 ജില്ലകളെയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പദ്ധതി DPR ലെവലിൽ പോവുക. നമ്മൾ നിരന്തരമായി DPR എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു 4-5 തവണയായിട്ട് പീസായിട്ട് DPR-ഉം അനുബന്ധ രേഖകളും പുറത്തു വരുന്നത്. അത് തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് അതിനകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കിയത് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് കിട്ടിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യ നിരൂപണവുമായി നമ്മൾ രംഗത്ത് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് പദ്ധതി കേരളത്തിന് ആവശ്യമല്ല എന്നുള്ളത് ആ സമയം മുതൽ നമ്മൾ അർത്ഥമിട്ട് ബോധ്യപ്പെടുത്തുന്ന വിഷയമാണ്. തർക്കത്തിനിടയില്ലാത്ത വിധം ഒന്ന് നമ്മൾ സ്ഥാപിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ ഉള്ള പദ്ധതി അല്ല ഇത്. ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ കേരളത്തിലെ നിയമസഭയിൽ ചർച്ച ചെയ്ത് 140 MLA-മാരുടെയും അനുമതിയോടെ വന്ന പ്രോജക്റ്റ് ആണോ ഇത്? ഈ പ്രോജക്റ്റ് എവിടെ ആരെ
ആലോചിച്ച് തുടക്കമിട്ടു എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിനാവുമോ? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 529 കിലോമീറ്റർ നീളമുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. 11 സ്റ്റോപ്പേ ഉള്ളൂ. ഈ 11 സ്റ്റോപ്പിൽ ഡെയിലി 80,000 ആളുകൾ യാത്ര ചെയ്യും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഒരു യാത്രയുടെ ഒരു സംഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ ഏതാണ്ട് 8 കിലോമീറ്ററാണ് ദൂരം. മെട്രോ ഉണ്ട്. ഈ മെട്രോ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സൗത്ത് മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പം 8 സ്റ്റേഷനുകളുണ്ട്. ഇപ്പം നിങ്ങൾ നെട്ട് നോക്കിയോ, 7ഓ 8ഓ സ്റ്റേഷനുകളുണ്ട്. ഓരോ സ്റ്റേഷനിൽ നിന്നും 100 കണക്കിന് ആളുകൾ കയറി 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങുക ചെയ്യുന്നത്. നമ്മുടെ ആളുകൾ അങ്ങനെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ പാസഞ്ചർ ട്രെയിനുകളുടെ സ്റ്റോപ്പ് നോക്ക്. കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കയറി കാസർഗോഡ് ഇറങ്ങുന്ന ആളുകളല്ല. ജോലി അടക്കമുള്ള ആവശ്യകതകളെ മുൻനിർത്തിക്കൊണ്ട് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഏറിപ്പോയാൽ എറണാകുളം തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം കോട്ടയം തൃശ്ശൂർ എങ്ങനെയുള്ള ദൂരത്തിലാണ് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആളുകളുടെ യാത്രാ ക്ലേശം പരിഹരിക്കത്തില്ല. നമ്മളത് അപ്പൊ തന്നെ ഈ വിഷയങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിച്ച കാര്യമാണ് എന്ന് തന്നെയുമല്ല, DPR വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായ മറ്റൊരു കാര്യം. ഈ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൽ നടക്കുക. അപ്പൊ മുംബൈയും നമ്മുടെ തിരുവനന്തപുരം പോലെയോ കാഞ്ഞങ്ങാട് പോലെയോ അല്ല, കാസർഗോഡ് പോലെയോ അല്ല, 2 വ്യാവസായിക നഗരങ്ങളാണ്. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള ഇടമാണ്. പ്രിയമുള്ളവരെ, ഈ ബുള്ളറ്റ് ട്രെയിനിൽ അവരുടെ DPRൽ ആദ്യത്തെ 10 വർഷം 17,000 പേര് യാത്ര ചെയ്യുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പോകവെയാണ് 40,000 പേരെങ്കിലും യാത്ര ചെയ്യും എന്ന് പറയാനുള്ള ധൈര്യം DPR കാണിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും ഡെയിലി 80,000 പേരെ യാത്ര ചെയ്യുമെന്ന് അവകാശപ്പെടുന്നത്. ഇത് 80,000 പേരിലേക്ക് വന്നത് ഫീസിബിലിറ്റി റിപ്പോർട്ടും പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ട് കാണിച്ച നമ്പറല്ല. പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതല്ല, പിന്നെ DPRൽ എല്ലാം വൈരുദ്ധ്യങ്ങൾ നിരവധിയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വ്യക്തമാക്കിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയേ പറയുന്നുള്ളതേ ഉള്ളൂ. ഇത് യാത്രാ ക്ലേശം പരിഹരിക്കുക എന്നുള്ളത് ഇതിന്റെ അവസാനത്തെ പരിഗണനാ വിഷയം പോലുമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, കേരളത്തില് നിരവധി സർവേകൾ ഇതിനകം നടന്നു. നിരവധി ആളുകൾ സർവേകൾ നടത്തി. DPRനകത്ത് പറയുന്നത് ഈ 529 മീറ്റർ നീളത്തിൽ കിലോമീറ്റർ നീളത്തിൽ 25 മീറ്റർ വീതിയില് ഭൂമിയിലെ തന്നെ സർവേ നടത്തിയപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം 4,000 കെട്ടിടങ്ങൾ പോകുന്നു. മാടപ്പള്ളി ഒരു പഞ്ചായത്തിൽ മാത്രം പോകും 400-ലേറെ കെട്ടിടങ്ങൾ. അപ്പൊ ഈ 9,000 കണക്കെങ്ങനെയാണ് വരുന്നത്? അന്നേ ശ്രീധരൻ സാർ അത് നോക്കിയിട്ട് 20,000 കെട്ടിടങ്ങൾ എന്ന ഒരു കണക്കിൽ സാറെത്തി. 20,000 കെട്ടിടങ്ങൾ. അതും വസ്തുതയല്ല, ആയിരിക്കണമെന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സർവേ ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ 529 മീറ്റർ കിലോമീറ്റർ നീളത്തിൽ 25 മീറ്റർ വീതിയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഈ 529 കിലോമീറ്റർ നീളവും 25 മീറ്റർ വീതിയെ മേളിൽ ഇങ്ങനെ കൊണ്ടിറങ്ങിപ്പോയി. അങ്ങനെയല്ലല്ലോ. ഫീസിബിലിറ്റി റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പണി പൂർത്തിയാകുന്നത് വരെ ഇരുപുറവും, നമ്മളത് വിശദീകരിച്ച കാര്യമാണ്, ഇരുപുറവും 1/2 കിലോമീറ്റർ വെച്ച് കേരളത്തിന്റെ കസ്റ്റഡിയിലായിരിക്കും. അതിന്റെ അപകടം മനസ്സിലായല്ലോ. പണി പൂർത്തിയാകുന്നത് വരെ ഈ 25 മീറ്ററിന് അപ്പുറമുള്ള 500 മീറ്ററും ഇപ്പുറമുള്ള 500 മീറ്ററും എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററും ഈ 25 മീറ്ററും ആരുടെ കസ്റ്റഡിയിൽ? കേരളത്തിന്റെ കസ്റ്റഡിയിൽ. അത് വസ്തുതയാണ്. അപ്പൊ നമ്മളൊരു ഒറ്റമുറി കെട്ടിടം പണിയണമെങ്കിൽ പോലും സിമെന്റും കമ്പിയും മണലിൽ ഇറക്കിയിടാനുള്ള സ്പേസ് കാണാതെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത്രയും വലിയൊരു നിർമ്മിതിക്ക് ആവശ്യമായ സ്പേസ് വേണമല്ലോ. അത് വസ്തുതയാണ്. അപ്പൊ ഓക്കെ, നമ്മൾ വിചാരിക്കും പണി പൂർത്തിയാകുമ്പോൾ. എന്ന് പണി പൂർത്തിയാകും? ഡോക്ടർ KP കണ്ണൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. അദ്ദേഹം ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞത്, ഡൽഹി മെട്രോ പണിത സ്പീഡിലാണ് പണിയുന്നതെങ്കിൽ 37 വർഷം എടുക്കും. ഡൽഹി മെട്രോ പണിത സ്പീഡിലാണ് പണിയുന്നതെങ്കിൽ 37 വർഷം എടുക്കും. ഇനി കൊച്ചി മെട്രോയുടെ സ്പീഡിലാണെങ്കിലോ
120 ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 25ന്റെ 40 ഇരട്ടിയാണ് 1000. 1 കിലോമീറ്റർ 1000, 40 മടങ്ങ്. 25 മീറ്റർ വീതിക്ക് ഭൂമി എടുക്കുമ്പം 20,000 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കപ്പെടുമെങ്കിൽ ഇൻഡു 40 എത്രയാ? 8 ലക്ഷം. ആ 8 ലക്ഷത്തിൽ 4 ലക്ഷമെങ്കിലും വീടുകളാണെങ്കിൽ, ഒരു വീട്ടിൽ ചുരുങ്ങിയത് 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പേരെ കുടിയൊഴിപ്പിക്കൂടാൻ പോകുന്നത്? 20 ലക്ഷം ആളുകൾ. നമ്മൾ വെറുതെ പറയുന്ന കണക്കാണ്, കൺമതി കണക്കല്ല. ഇവർ തന്നെ പുറത്തുവിട്ട രേഖകൾ പ്രകാരമുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. ഈ 20 ലക്ഷം ആളുകൾ, അത് 4 ലക്ഷം കെട്ടിടങ്ങൾ വീടുകളാണെങ്കിലത്തെ കാര്യം പറയുന്നത്. ബാക്കി 4 ലക്ഷം എന്തുവാ? അതിനകത്ത് ആശുപത്രികളുണ്ട്, വായനശാലകളുണ്ട്, പള്ളിക്കൂടങ്ങളുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ അടുത്തയുടെ സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ച് ഇറക്കിയ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട് ഒഴിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ വീടുകളല്ലാത്ത കെട്ടിടങ്ങൾ ഒഴിപ്പിക്കപ്പെടുന്നത് ബാറുകളാണെങ്കിൽ ചിലപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം. വായനശാലകൾ പുനഃസ്ഥാപിക്കപ്പെടുവോ? പള്ളിക്കൂടങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവോ? സർക്കാർ ആശുപത്രികൾ പുനഃസ്ഥാപിക്കപ്പെടുവോ? കളിസ്ഥലങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവോ? ഇല്ല. കോട്ടെ ഈ 20 ലക്ഷം ആളുകളെ എവിടെ കൊണ്ട് പുനരധിവസിപ്പിക്കും? അതുകൊണ്ട് ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് എന്ന് ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സമിതിയും നേതാക്കന്മാരും ചൂണ്ടിക്കാണിച്ചതാണ്. ആ ഒറ്റ കാരണം നിർത്തപ്പെടേണ്ടുന്ന പദ്ധതിയാണ്. എങ്ങനെ പുനരധിവസിപ്പിക്കപ്പെടുമെന്നുള്ളതും അതല്ല, അതിന്റെ ആദ്യമൊക്കെ നമ്മളോട് മറ്റേ ഈ ദേശീയപാത വികസനത്തിന്റെ കഥ പറഞ്ഞിട്ട് നഷ്ടപരിഹാരത്തിന്റെ കഥ നമ്മളോട് പറയുമായിരുന്നു. അതൊക്കെ നമ്മൾ അന്നേ വിശദീകരിച്ചു കൊടുത്തു. ഇപ്പൊ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാ, കയ്യിൽ നമ്മൾ ഇതിന്റെ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഇറങ്ങിപ്പോകണമെങ്കിൽ. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണ് നഷ്ടപരിഹാരം കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടി പറഞ്ഞതാണ് നമ്മൾ എത്ര അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. ഇപ്പൊ ഈ ആശാ വർക്കർമാർക്കോ 7,000 രൂപ ഓണറേറിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പണി എടുത്തു കഴിയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടുമ്പോൾ കൃത്യമായിട്ടും അറിയാം, ഒരു 10 മാനദണ്ഡമുണ്ട്, മൈനസ് മാർക്കാ. ഈ 24 മണിക്കൂറും പണി എടുത്തു കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ മീറ്റിംഗിന് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് തരുമ്പോൾ 232 ആണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ 700 കട്ട് ചെയ്യും. സത്യമല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് കൈകാശൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് പുനരധിവാസത്തിന്റെ പ്രശ്നം. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. എവിടെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതോ നഷ്ടപരിഹാരം എന്താണെന്നുള്ളതോ നമ്മളെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അതിന് മുമ്പുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയിറക്കായിരിക്കും ഈ പദ്ധതി, അനുവദിക്കാൻ പറ്റില്ല. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതികമായ പ്രശ്നം ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ് DPR-നകത്തുള്ളത്. ഇപ്പൊ ഈ ഒരു നാഷണൽ ഹൈവേ പണിതോർത്ത് നമ്മൾ കണ്ടല്ലോ, എത്ര എംബാങ്ക്മെന്റാ. ഈ റോഡ് പണിയുമ്പോൾ ഈ എംബാങ്ക്മെന്റിന്റെ കഥയൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ. അതിനേക്കാൾ വലിയ എംബാങ്ക്മെന്റാണ് വരാൻ പോകുന്നത്. 8 മുതൽ 18 മീറ്റർ വരെ ഉയരമുള്ള എംബാങ്ക്മെന്റ്. അത് 3-1 അങ്ങനെയാണ്. 529 ഈ 192 കിലോമീറ്ററും അങ്ങനെയാണ്. അത്രയും വലിയ എംബാങ്ക്മെന്റ്. ഈ എംബാങ്ക്മെന്റ് കൊണ്ട് നിന്നില്ല. നമസ്കാരം. ഈ എംബാങ്ക്മെന്റ് കൊണ്ട് നിന്നില്ല. അതിന്റെ മേളിൽ ഒരു 4-4.5 മീറ്റർ പൊക്കമുള്ള സുരക്ഷാ മതിലുണ്ട്. എന്ന് പറഞ്ഞാൽ 2018 വെള്ളം പൊങ്ങിയതിന്റെയും അവിടെയാണ് അടിസ്ഥാന കണക്കുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ മേലോട്ട് പോകുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു എംബാങ്ക്മെന്റ് പണിയണമെന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ടം മതിയാകാതെ വരും. പശ്ചിമഘട്ടം അടിയോടെ എടുത്ത് ഇതിനകത്ത് കൊണ്ട് വെച്ചാലും എംബാങ്ക്മെന്റ് നിറയില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. കേരളത്തിലെ മുഴുവൻ നദികളും മുറിക്കപ്പെടും. കേരളത്തിൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിരിക്കുന്ന അറിയിപ്പനുസരിച്ച് ഏതാണ്ട് 2000-ഓളം റോഡുകൾ മുറിയും. നമ്മളെടുത്ത വേറെ കണക്ക് പ്രകാരം 8000-ഓളം ഇട റോഡുകൾ അടക്കം മുറിയും. കേരളത്തിലെ ജനങ്ങൾക്ക് യാത്ര സൗകര്യം വർദ്ധിപ്പിക്കാൻ എന്ന് പറയുന്ന പദ്ധതി സാധാരണക്കാരന്റെ 8000 റോഡുകൾ മുറിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക.
ഇതൊക്കെയായിരുന്നു നാഷണൽ ഹൈവേയെ കുറിച്ച്. ഇപ്പം ഹൈവേയുടെ ഓരത്ത് താമസിക്കുന്നതിന് കാലെടുത്ത് അങ്ങോട്ട് വെക്കണമെന്നുണ്ടെന്ന നിലയിൽ NHAIക്ക് ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കൊടുത്ത് അപേക്ഷ കൊടുത്ത് അനുവാദം വാങ്ങിയാൽ നമ്മുടെ കാലെടുത്ത് റോഡിലേക്ക് വെക്കാം. 11 ഇടത്താണ് നാഷണൽ ഹൈവേയിൽ ടോൾ ഗേറ്റ്. 11 ഇടത്ത്. അത് പണി തുടങ്ങുമ്പോൾ 11 ടോൾ ഗേറ്റ്. ഇപ്പൊ ടോൾ ഗേറ്റിന്റെ ആവശ്യമില്ല. വണ്ടി നിങ്ങളുടെ വീട്ടിൽ കിടന്നാലും എന്നെങ്കിലും നിങ്ങൾ ഹൈവേയിൽ കയറ്റുമല്ലോ, അപ്പൊ ഞങ്ങൾ നികുതി വാങ്ങിച്ചോളാം. ഫാസ്റ്റാഗ് മുന്നേ കൂട്ടി തന്നെ നികുതി വാങ്ങാനുള്ള ക്രമീകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ ഈ നേരെ എടുത്ത് പശ്ചിമഘട്ടം കൊണ്ടതിനകത്ത് വെച്ച് കഴിഞ്ഞാലും ഈ എംബാങ്ക്മെന്റ് നിലവിലില്ല. നമ്മൾ റോഡുകൾ മുറിയും എന്ന് തന്നെയല്ല. ഈ അവസാനം DPR വന്നതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മണ്ണിന്റെ ഘടന മാറും, വെള്ളത്തിന്റെ ഗുണനിലവാരം മാറും, മറ്റേ എന്താണ് ഈ നദികൾ മുറിക്കപ്പെടും. ഇതെല്ലാം DPRനകത്ത് ഇവർ അവസാനം പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വലിയ തർക്കം വരുന്നത് എംബാങ്ക്മെന്റിന് അപ്പുറത്തും ഇപ്പുറത്തും എന്താ ബഫർ സോൺ എത്രയായിരുന്നുള്ളതാണല്ലോ ഇടയ്ക്ക് ചർച്ച. ഒരു മനുഷ്യൻ പറഞ്ഞു ബഫർ സോണേ ഇല്ല, പിന്നെ ഒരാൾ 5 മീറ്റർ അപ്പുറത്ത് കൊടുത്തു, പിന്നെ ഒരാൾ 10 മീറ്റർ ഇപ്പുറത്ത് കൊടുത്തു, പിന്നെ 30 റെയിൽവേ പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ ചർച്ച നടന്നതിന് ഓർമ്മയുണ്ടല്ലോ. അപ്പോ എന്തായാലും DPR പറയുന്നുണ്ട്, ഈ ഇതിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇതിന്റെ ശബ്ദം കേട്ട് മാനസിക അസ്വാസ്ഥ്യവും ഉറക്കക്കുറവും ഉണ്ടാകും. അല്ലേ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പൊതുവിൽ ആളുകൾക്ക് ഇച്ചിരി മാനസിക അസ്വാസ്ഥ്യവും ഉറക്കക്കുറവും ഉണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ എന്തായാലും ശരി, കേരളത്തിൻ്റെ പശ്ചിമഘട്ടവും പരിസ്ഥിതിയും അടപടലം തന്നെയാണ്. ഇതാണ് അതിൻ്റെ അടുത്ത പ്രശ്നം. നമ്മൾ കൃത്യമായും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരമായ സാമ്പത്തിക പ്രയാസങ്ങളാണ്. ഇത് എത്ര തുകയ്ക്ക് നിൽക്കും എന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 60,000 പറഞ്ഞു തുടങ്ങിയതാണ്. 60,000 DPR പറയും, സംസ്ഥാന സർക്കാർ പറയുമ്പോഴും 60,000 അല്ല, 1,20,000 മേലെ പോകുമെന്ന് നീതി ആയോഗ് പറഞ്ഞു. അതിപ്പോൾ അതിനപ്പുറം കടന്ന് 2,00,000 കോടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് ഈ പണം? എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 36 ദിവസം, 38 ദിവസമാണ് ആശമാരുടെ സമരം. ആ ദിവസങ്ങളിൽ പകുതിയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അതിശയത്തോടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഡെയിലി ഒരു 10 വിഷയങ്ങളിലെങ്കിലും പറഞ്ഞ 10 വിഭാഗം ആളുകൾ സമരവുമായിട്ട് വരുന്നുണ്ട്. ഏറ്റവും ചിന്ന ശരാശരി പറയുക ചെയ്യുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന വ്യാപാരി വ്യവസായി സമിതി, നമ്മളുടെ ഭരണമുന്നണി നേതൃത്വം കൊടുക്കുന്ന സമിതിയാണ് വ്യാപാരി വ്യവസായി സമിതി. എല്ലാം പോട്ടെ, ഭിന്നശേഷിക്കാർ വരെ 2 ദിവസം മുമ്പ് ഇവിടെ വന്നു. ഭിന്നശേഷിക്കാരായ ആളുകൾ. അങ്ങനെ ഒരു കുഞ്ഞിനെ വീട്ടിൽ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ രക്ഷകർത്താക്കൾ വന്ന സെക്രട്ടേറിയറ്റിന്റെ വാതിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താ? 6 വർഷമായി ഈ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കെയർ ടേക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ കൊടുത്തിട്ട് 400 രൂപയുള്ള ഓർക്കണം. അത് കൊടുത്തിട്ട് 6 വർഷമായി. അവരെ വരെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ചിലരെല്ലാം പറയുന്നത് എന്താണ്? പണമില്ല, ഖജനാവിൽ പണമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഖജനാവിലെ പണം എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ ചോദിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നികുതി കൊടുക്കുന്നില്ലേ? ഞാനും നിങ്ങളും എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട്, ചാർജുകളും നികുതികളും വർദ്ധിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. ആ പണമാണ് ഖജനാവിലെ പണം. അതെങ്ങനെയാണ് ആവിയായി പോകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ഈ പണമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെ കണ്ടിട്ടാണ് ഈ 2,00,000 കോടി രൂപ വായ്പ എടുക്കാൻ തുനിയുന്നത്? ആര് വീട്ടുവെന്ന് വിചാരിച്ചിട്ടാണ്? ഇത്രയും ജനവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു പ്രോജക്റ്റ് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കണം. വായ്പ എടുക്കുന്നവർക്ക് എളുപ്പം, ഇറക്കി എടുത്താൽ ഇറങ്ങി പോയാൽ മതി. എടുക്കുമ്പോൾ 90 വർഷം, 100 വർഷം, 199 വർഷം ഒക്കെയുള്ള കാലാവധി പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇത് അല്പം പോലും മര്യാദയും മനസാക്ഷിയും സാമൂഹ്യ പ്രതിബദ്ധത, അവനവനോട് പോലും പ്രതിബദ്ധതയില്ലാത്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ വിഷയമായി നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ്. എന്തുകൊണ്ട് ഈ പദ്ധതി എതിർക്കപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വരാനിരിക്കുന്ന എത്രയോ തലമുറകളെ വരെ കടക്കണിയിൽ അകപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി തർക്കത്തിനിടയില്ലാത്ത വിധം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങേയറ്റം തൽപരകക്ഷികളായ ആളുകൾക്ക് മാത്രമേ ഇത് ബോധ്യമാകാതെ ഇരിക്കുന്നുള്ളൂ. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെന്റിന് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തത് നമ്മൾ സംഘടിതരാണ് എന്നതുകൊണ്ടും
ഒരു കാല് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചാൽ ചെറുക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന ബോധ്യമാണ് ബാധിക്കുന്ന നമ്മുടെ മക്കളെയും അവരുടെ മക്കളെയും ബാധിക്കുന്ന ഒരു വിഷയം അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ടാണ് കൃത്യമായി നമ്മൾ പറഞ്ഞത് കേരളം വേണം, കേരളം കേരളമായി നമുക്ക് വേണം, കേരളയിൽ വേണ്ട, ഏതെങ്കിലും ഒന്നിനെ സാധ്യതയുള്ളൂ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് വിശ്രമിക്കാറായിട്ടില്ല. നമ്മുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് കൊണ്ട് മാത്രമാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തത്. പക്ഷേ പല പണികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പല ഉപായങ്ങളും സ്വീകരിക്കുന്നു. ലൈസൺ ഓഫീസറെ വെച്ച് വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു, സ്വാധീനിക്കാൻ പറ്റുന്ന മറ്റു പല ആളുകളെയും വെക്കുന്നു. കേരളയിൽ ഈ രൂപത്തിലല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിൽ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വളരെ കൂലങ്കഷമായ അന്വേഷണം നടത്തുന്നു. അപ്പൊ ഇത് നമ്മൾ വളരെ ജാഗ്രതയോടെ തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. കാരണം ഇതിനകത്ത് മറ്റൊരു വശവും കൂടിയുണ്ട്. അതിൻ്റെ ഒരു എന്താണ് നമ്മളതിനൊരു രാഷ്ട്രീയമായി കാണുകയാണെന്നുള്ള തോന്നിയില്ലേ. ഈ ജനക്ഷേമം എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റുകൾ പാടെ ഉപേക്ഷിച്ച് നല്ല പണിയെടുക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ അവന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ, പണിയുണ്ടോ, വേലയുണ്ടോ, കഞ്ഞി കുടിക്കുന്നുണ്ടോ, കയറിക്കിടക്കാൻ ഇടയുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒരു പരിഗണനയേയില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ കാശുള്ളവനെന്ന് പറഞ്ഞാലും അതിനും ഒരു തട്ടുണ്ട്. എന്നാൽ അതിസമ്പന്നരായ വ്യവസായികൾ, കോർപ്പറേറ്റുകൾ പ്രോജക്റ്റ് അവർ കൊണ്ടുവരും, പ്രോജക്റ്റ് അവരാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഞാൻ കോട്ടയം ജില്ലക്കാരിയാണ്, ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്ഥലം. നമ്മൾ കോട്ടയം ജില്ലയിൽ കേരളയിലെ സ്റ്റോപ്പ് പറഞ്ഞിരുന്നത് അത് പല അവരുടെ രേഖകളിലും പലയിടത്തായിരുന്നു. എന്തായാലും വേമ്പനാട്ട് കായലിൽ വരെയാണ് ഒരു സ്റ്റോപ്പ് അവർ പറഞ്ഞിരുന്നത്, എൻ്റെ ഒരു സ്റ്റേഷൻ. അത് ആ പ്രദേശത്ത് വരും എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഒരു വമ്പൻ വ്യവസായി യൂസഫ് അലി ആ നാട്ടകം പ്രദേശത്തെ വയല് നികത്തി അവിടെ ഒരു മാള് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഭൂമി വാങ്ങിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ കേരളത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ പ്രോജക്റ്റ് ആരുടെയാ നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ, പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് പുറത്ത് വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ അനുബന്ധമായി തയ്യാറെടുപ്പിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പിച്ചിരിക്കും. നല്ലൊരു ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ ആ നിലയിൽ ആണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അവിടെ നമ്മളുടെ കൂര പോകുവോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൊഴിൽ പോകുവോ, അതൊന്നും ഒരു വിഷയമേ അല്ല. ഈ 20 ലക്ഷം ആളുകളെ കുടിയിറക്കുന്ന പ്രോജക്റ്റാണ്. അപ്പം എത്ര പേരുടെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര പേരുടെ തൊഴിൽ പോകും, അതിനെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എത്ര പേരുടെ തൊഴിൽ പോകും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് കണക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഈ പണി നടക്കുമ്പോൾ 50,000 പേർക്കെങ്കിലും തൊഴിൽ തരും. എങ്ങനെയുണ്ട്? 2 ലക്ഷം കോടിയുടെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് 50,000 പേർക്കെങ്കിലും തൊഴിലുള്ള സാധ്യതയുണ്ട്. 20 ലക്ഷം ആളുകൾ അവനവൻ്റെ കൂല വിട്ട് പോകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത് പറയുന്നത്, നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ വൻകിട പദ്ധതികളുടെ ഒരു മറുവശം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വികസനമാണെന്ന് പറയും. അപ്പം വികസനമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വികസനമാണല്ലോ, ഇത് വികസനമാണ്, ഇതല്ല വികസനം. ഈ വികസന പദ്ധതികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അതിസമ്പന്നരായ ആളുകളുടെ ആസ്തി വർദ്ധിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നതും കൂടി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനം ഉറപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും, അവൻ സമ്പന്നനാണോ ദരിദ്രനാണോ എന്നുള്ള വിഷയമല്ല. ഒരാൾ ദരിദ്രനായിരിക്കുന്ന അയാളുടെ കുറ്റം കൊണ്ടല്ല, വെറുതെ കുത്തിയിരിക്കുന്നതുകൊണ്ടല്ല. ഈ ദരിദ്രരെന്ന് നമ്മൾ പറയുന്ന മുഴുവൻ ആളുകളും 24 മണിക്കൂർ അധ്വാനിക്കുന്നവരാണ്. 24 മണിക്കൂർ അധ്വാനിച്ചാൽ ഒരു ദിവസം 232 രൂപ ആശയ്ക്ക് കിട്ടുള്ളൂ, ആശമാർക്ക് കിട്ടുള്ളൂ, അധ്വാനിക്കാനിട്ടല്ല. അപ്പൊ സമ്പന്നനോ ദരിദ്രനെന്നോ ഉള്ള ഭേദമില്ലാതെ, ഏത് ജാതി മത വിശ്വാസി എന്നുള്ള പേരില്ലാതെ, ഏത് കക്ഷി രാഷ്ട്രീയക്കാരനെന്നുള്ള ഒരു വിഭജനമില്ലാതെ, സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഒരു വിഭജനമില്ലാതെ മുഴുവൻ ആളുകൾക്കും മനുഷ്യരെ പോലെ ശിരസുയർത്തി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാകുമ്പോഴേ ഒരു നാട്ടിൽ വികസനം അതിന്റെ സമ്പൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുകയുള്ളൂ. അതാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വികസനത്തെ കുറിച്ചല്ല നമ്മുടെ ഭരണാധികാരികൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെ തന്നെയാണ് നമ്മളിത് പോകുന്നത്. സമരം നമുക്ക് വിശ്രമിക്കാറായിട്ടില്ല. ഈ പദ്ധതി പിൻവലിച്ചുത്തരവിറക്കാൻ ഗവൺമെന്റ് ബാധ്യതപ്പെട്ടിരിക്കുന്നു.
ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം വളരെ തൽപരകക്ഷികളായ ഏതാനും ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളും കേരളയിൽ പദ്ധതിക്കെതിരാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് മണ്ടന്മാരാകത്തൊന്നുമില്ലല്ലോ. പ്രതിപക്ഷ തിരിക്കുന്ന ഭരണപക്ഷ പ്രസ്ഥാനങ്ങൾ ഒഴിച്ച് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പദ്ധതിക്കെതിരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെങ്കിലും ജനാധിപത്യ ബോധം, നീതിബോധം അത് ഉയർത്തിപ്പിടിക്കുവാൻ ഗവൺമെന്റ്, മുഖ്യമന്ത്രി തയ്യാറാവണം, മുൻകൈയെടുക്കണം എന്നുള്ളതാണ്. ഈ പദ്ധതിയുമായി ഒരിഞ്ചു പോലും മുന്നോട്ട് പോകുവാൻ നമ്മൾ അനുവദിക്കില്ല. 5 വർഷം മുമ്പ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യം ഗവൺമെന്റാണ്. ഗവൺമെന്റിന് ഏറ്റവും ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്ട്, ഉടനെ തന്നെ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കി ഈ പ്രതിബദ്ധത, സമൂഹത്തോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത പ്രഖ്യാപിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഈ സമര സംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ കഴിഞ്ഞ 5 വർഷമായി നിരന്തരം കൂടി കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ സമരത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രം തന്നെ രചിച്ച സംഘടനയാണ് കേരള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. നമ്മൾ ഈ പദ്ധതി നേരിട്ട് ബാധിക്കുന്ന ആളുകളെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എന്ന് പറയുന്ന ഒരു സമര പ്രസ്ഥാനത്തിലാണ് ഒരുമിപ്പിച്ചത്. കേരളത്തിലെ 500ഓളം യൂണിറ്റുകൾ 11 ജില്ലകളിലായി നമ്മൾ രൂപീകരിച്ചു. മാലയിൽ മുത്തു കോർത്തെടുക്കുന്നത് പോലെ നമ്മൾ ആ യൂണിറ്റുകളെ കോർത്തെടുത്തു. നമ്മൾ ഇതിന്റെ അപകടം മുഴുവൻ ആളുകളെയും പഠിപ്പിച്ചു. ഇപ്പം ആശാവർക്കർമാർ TV ചാനലിൽ ഇരുന്നുകൊണ്ട് ചർച്ചാ വിശാരദന്മാരെ മുഴുവൻ മലക്കി അടിക്കുന്നത് പോലെയാണ് നമ്മൾ പദ്ധതിയെ കുറിച്ച് പഠിച്ചു. ചാനൽ ചർച്ചകളിൽ വീട്ടമ്മമാർ വരെ ഈ ചർച്ചാ വിശാരദന്മാരെ മലക്കി അടിക്കുന്ന കാഴ്ച നമ്മൾ അന്നും കണ്ടതാണ്. അപ്പൊ ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജനകീയ സമരം എന്നാൽ അതിന്റെ ഉദാത്ത മാതൃക ഇതാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കഴിഞ്ഞതാണ്. ശത്രുക്കളെയും മിത്രങ്ങളെയും നമുക്ക് തുറന്ന് കാണിക്കാൻ അറിയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. നമ്മളെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു മേഖലയും കൂടിയാണിത്. എന്ന് മാത്രവുമല്ല, സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സമരം ഉയർത്തുന്ന മുദ്രാവാക്യമാണ് നമ്മൾ നന്നേ ചൂണ്ടിക്കാണിച്ചു. പദ്ധതി വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുന്ന് അലൈൻമെന്റുമാക്കി അങ്ങോട്ട് ഇട്ടേക്കാനല്ല നമ്മൾ പറഞ്ഞത്. എവിടെയായാലും കേരളത്തെ പ്രതികൂലമായിട്ട് അത് ബാധിക്കും. ഡിമാൻഡ് വളരെ പ്രധാനമാണ്. ഡിമാൻഡ് പോലെ തന്നെ പ്രധാനമാണ് സമരത്തിന്റെ നേതൃത്വം. ഒരു പ്രലോഭനങ്ങൾക്കും ഒരു ഭീഷണിക്കും ഒരു പ്രകോപനങ്ങൾക്കും വഴങ്ങാത്ത നേതൃത്വം, ഡിമാൻഡിനോടൊപ്പം നിൽക്കുന്ന നേതൃത്വം. പ്രിയമുള്ളവരെ, അതുപോലെ പ്രധാനമാണ് സമരശക്തി. കക്ഷി രാഷ്ട്രീയമില്ല, ജാതി മത വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ. പക്ഷെ ഈ ഒരൊറ്റ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. ആ ഐക്യത്തെ, ഒരുമയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന സമരശക്തി. സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതാണ്. അതിനേക്കാൾ പ്രധാനമാണ് സമരം അവലംബിക്കുന്ന മാർഗം, ഏറ്റവും ജനാധിപത്യപരമായ മാർഗം. നമ്മൾ കഴിഞ്ഞ 5 വർഷമായി സദാ സമരത്തിലാണ്. 1065 ദിവസമായി ഞങ്ങൾ സമര പന്തലിലും സമരത്തിലാണ്. ഇതുവരെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നമ്മളുടെ സമരപ്രവർത്തകർ ഒരു പൂഴി പോലും ആരുടെ മേലും നുള്ളിയിട്ടിട്ടില്ല. ഏറ്റവും ജനാധിപത്യപരമായ സമരമാർഗം. പിന്നെ നമ്മൾ ചെയ്തത് കേരളീന്റെ കുത്തി വിഴുത് കളഞ്ഞു. കേരളീന്റെ കുത്തി എന്ന് പറയുന്നത് സർക്കാരിന്റെ എന്താണ് ഇതല്ലാന്നുള്ളത് നമ്മുടെ ഏറ്റുമാനൂർ കോടതി സ്ഥാപിക്കുകയും ചെയ്തു. കേരള ഒരു സ്വകാര്യ കമ്പനി. നമ്മൾ ഏറ്റവും സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. ആ സമരത്തിന്റെ ജനാധിപത്യ മാർഗം എന്ന് പറയുന്നത് സമരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ ഒരു സമരത്തിന് പരാജയപ്പെടാൻ പറ്റില്ല. അത് നമ്മൾ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ അടിയും മുന്നോട്ട് എന്ന് തിരുവനന്തപുരത്ത് അവർ വിളിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. ഇല്ല, നമ്മൾ പിന്നോട്ടില്ല, ഓരോ അടിയും മുന്നോട്ട്. പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുന്നത് വരെ മുന്നോട്ട്. അതാണ് നമ്മുടെ പ്രഖ്യാപനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.